താങ്ക് യു. അങ്ങനെ ഫസ്റ്റ് റിബട്ടൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സെക്കൻഡ് റിബട്ടൽ റാണിജിയെ ക്ഷണിച്ചു. ഓക്കെ, ഇത് ബലഹീനമായിട്ടുള്ള കാര്യമാണെന്നൊക്കെയാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പ്രത്യേകിച്ച് ഈ ബൈബിൾ എന്ന് പറയുന്നത് ബലഹീനത നിറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. കാരണം നിറയെ വൈരുദ്ധ്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. യേശു പോലും പല പല സന്ദർഭങ്ങളിൽ, ഒന്ന് മ്യൂട്ട് ചെയ്യാവോ അനിമാൻ? ഓക്കെ 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 സോറി. അപ്പോ പല സന്ദർഭങ്ങളിൽ യേശുവിന് അക്കിടി പറ്റുന്നു, അമളി പറ്റുന്നു. അതായത് ഞാൻ അതിന്റെ കാര്യങ്ങൾ പറയാം. അതായത് യേശു പറയുന്നു, പിന്നെ യേശുവിന്റെ വായിൽ നിന്ന്, അതായത് യേശു എന്ന് പറയുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് വീഴുന്ന വാക്യങ്ങൾ, അതായത് പത്രോസിന്റെ അച്ഛന്റെ പേര് പോലും യേശു അബദ്ധമായിട്ടാണ് പറയുന്നത്. യോഹന്നാനിൽ പറയാണ് ശിമിയോന്റെ, അതായത് പത്രോസിന്റെ അച്ഛന്റെ പേര് യോഹന്നാൻ എന്നാണ്. മറ്റൊരു സുവിശേഷത്തിൽ അദ്ദേഹം പറയാണ് ശിമിയോന്റെ അച്ഛന്റെ പേര് യോന എന്നാണ്. യോന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെറും പ്രാവ് എന്നാണ് അർത്ഥം. പിന്നെ ഗോഡ്സ് ഗ്രേസ് എന്നാണ് യോഹന്നാൻ എന്നുള്ളതിന്റെ പദത്തിന്റെ അർത്ഥം. രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പല പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന അതേ കാര്യം ജെറേമിയയിലുള്ള ആ ഒരു പ്രവചനമാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രവചനങ്ങൾ, അതായത് ഈ കുശവന്റെ പറമ്പിന് വേണ്ടി പിന്നെ 30 വെള്ളിക്കാശ് അങ്ങ് കൊടുത്തു എന്നുള്ള ആ ഒരു കാര്യം, അത് നമുക്ക് കാണാനേ സാധിക്കുന്നില്ല. ജെറേമിയയിലാണ് ആ വാക്യം ഇരിപ്പുള്ളത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ജെറേമിയയിൽ അങ്ങനെ ഒരു വാക്യം കാണുന്നില്ല. അപ്പൊ താങ്കൾ പറഞ്ഞിരിക്കുന്നത് നിഴലാണെങ്കിൽ പോലും അതായത് സന്ദർഭത്തിൽ നിന്ന് അടർത്തി എടുത്തുന്ന, അല്ലെങ്കിൽ അടർത്തി മാറ്റി മാന്തി എടുത്തുകൊണ്ട് ഈ യേശുവിൽ ഒട്ടിക്കുന്നതാണെങ്കിൽ കൂടിയും അങ്ങനെ എന്തെങ്കിലും ഒരു അവിടെ ഒരു 30 വെള്ളിക്കാശിന്റെയെങ്കിലും ഒരു സംഭവം ആരുടെയെങ്കിലും വായിൽ നിന്ന് അങ്ങനെ വീഴണ്ടേ? എന്നിട്ടാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് ജെറേമിയയിലാണ് അങ്ങനെ ഉള്ളത് എന്ന് പറഞ്ഞ് നമ്മൾ ജെറേമിയയിൽ നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും നമുക്ക് കാണാനേ സാധിക്കുന്നില്ല. അത് തന്നെയാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. ആ 30 വെള്ളിക്കാശിന്റെ ഏതെങ്കിലും ഒരു തരത്തിൽ 30 വെള്ളിക്കാശ് എന്നെങ്കിലും താങ്കൾക്ക് ആ പുസ്തകത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. താങ്കൾക്ക് അത് കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു വാക്യം പോലും പോയിട്ട് ആ ഒരു 30 വെള്ളിക്കാശ് എന്നുള്ള ഒരു കാര്യം പോലും നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നില്ല. യേശുവിനെ നമ്മൾ എന്തിനാണ് വിശ്വസിക്കേണ്ടത്? നോക്കൂ, എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം. യേശുവിനെ തന്നെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു, ഇസ്രായേൽക്കാരെയും ദൈവപുത്രൻ എന്ന് വിളിക്കാം. യേശുവിനെ ദൈവം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ഇസ്രായേൽക്കാരെയും വിളിക്കാം. ക്രിസ്തു എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ക്രിസ്തുക്കളായിട്ട് ഉള്ള ആൾക്കാരാണ് അവിടെ. എല്ലാം, അതായത് യേശുവിൽ എന്തൊക്കെ ആരോപിക്കപ്പെടുന്നോ അതൊക്കെ നമുക്ക് ഈ ഇസ്രായേൽക്കാരിലും നമുക്ക് ആരോപിക്കാൻ സാധിക്കും. പിന്നെ എന്താണ് യേശുവിന് ഇത്ര പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും യേശുവിന്റെ ജനനം തന്നെ ഒരു നുണക്കഥ തന്നെയാണ്. അതായത് മത്തായിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ലൂക്കിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം എന്താണ്, ആ ഒരൊറ്റ കാര്യം തന്നെ മതി. ഈജിപ്തിലോട്ട് പോയി എന്നുള്ള ഒരൊറ്റ കാര്യം തന്നെ നമുക്ക് എടുത്താൽ മതിയാവും. അർക്കലാവോസിന്റെ കാലം വരെ ഈജിപ്തിൽ അദ്ദേഹം ഹെറോദോസിന്റെ മരണം വരെ അവിടെ താമസിച്ചു. പിന്നെ മകനായിട്ടുള്ള അർക്കലാവോസ് ആണ് പിന്നീട് അവിടെ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞപ്പോൾ യൂദായിലേക്ക് അവർ വന്നേ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ലൂക്കിൽ കാണുന്ന എന്താണ്, അവരൊരിക്കലും ഈജിപ്തിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാ വർഷവും ഗലീലയിൽ നിന്ന് ഈ പിന്നെ ദേവാലയത്തിലേക്ക് അവർ വരാറുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. ഇനി ഇനി മറ്റൊരു കാര്യം, അതായത് ഗോത്രദൈവം എന്ന് ഞാൻ ചുമ്മാ വെറുതെ പറഞ്ഞതല്ല. ഇസ്രായേൽ അവിടുത്തെ സ്വന്തം ഗോത്രമാണ് എന്ന് പറയുന്നത് ഞാനല്ല. ജെറേമിയ 51:19 വാക്യം താങ്കൾ എടുത്തു നോക്കൂ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ അവിടുത്തെ സ്വന്തം ഗോത്രമാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം, പിന്നെ ന്യായപ്രമാണത്തെ എന്തൊക്കെയോ മാറ്റം വരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്ത് മാറ്റമാണ് അവിടെ വരുത്തിയിരിക്കുന്നത്? ഞാൻ ഒരു വള്ളിയോ പുള്ളിയോ മാറ്റില്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു വാക്യം പോലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനല്ല, പ്രവാചകന്മാരെയോ നിയമത്തെയോ പ്രവാചകന്മാരെയോ മാറ്റാനല്ല, അല്ലെങ്കിൽ അസാധുവാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. അത് നിവർത്തിയാക്കാനാണ്, ഫുൾഫിൽ ചെയ്യാനാണെന്നാണ് അവിടെ കൃത്യമായിട്ടും അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു മറ്റൊരു ചിന്ത നമുക്ക് അവിടെ നിന്ന് വരാനുള്ള ഒരു സാഹചര്യമേ ഇല്ല. താങ്കൾ പറയേണ്ടിയിരുന്നത് എന്തൊക്കെ നിയമങ്ങളാണ്, അല്ലെങ്കിൽ പുതിയ നിയമങ്ങളൊക്കെയാണ് ഈ പിന്നെ യേശു കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് അത് നമ്മൾക്കൊന്ന് പോകാം. ലൂക്ക 4:17-19 വാക്യങ്ങളാണ്. കർത്താവിന്റെ ആത്മാവ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. ഓക്കെ, അതിൽ എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ്: കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അതായത് യേശുവിന്റെ മേൽ മാത്രമല്ല, യെശയ്യാവിന്റെ മേലും ഉണ്ട്. എല്ലാ ഇസ്രായേൽക്കാരുടെയും, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇനി ജനിക്കാൻ പോകുന്ന എല്ലാവരുടെയും മേൽ ഈ കർത്താവിന്റെ ആത്മാവുണ്ട്. കാരണം അവർ മാത്രമാണ് പുത്രന്മാർ, ദൈവപുത്രന്മാർ അവർ മാത്രമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊക്കെ ദത്തുപുത്രന്മാരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ച എന്നുള്ള ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ ഇവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്.
അന്ധർക്ക് കാഴ്ച. എന്താണ് ഈ അന്ധർക്കുള്ള കാഴ്ച എന്നുള്ളത് നമുക്ക് ആ യെശയ്യാവിന്റെ പുസ്തകം കൃത്യമായി വായിച്ചു നോക്കിയാൽ അറിയാം. അതായത് യെശയ്യാവോട് പറയുന്ന, അതായത് ഏറ്റവും ആദ്യമുള്ള ഒന്നോ രണ്ടോ അധ്യായത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്, അവിടെ അന്ധർ എന്ന് പറയുന്നത് ഈ കാഴ്ച, അതായത് ഫിസിക്കലി ഈ അന്ധത ബാധിച്ച ഒരു ആൾക്കാരെ കുറിച്ചല്ല അവിടെ പറയുന്നത്. അതായത് യഹോവയുടെ നിയമത്തെ ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു അന്ധതയാണ് അവിടെ നിന്ന് പറയുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് അവിടെ നിന്ന് യെശയ്യാവിന്റെ പുസ്തകം കൃത്യമായി വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ ഈ അധ്യായത്തിൽ, യെശയ്യാവിന്റെ പുസ്തകം 61-ാമത്തെ അധ്യായത്തിൽ അന്ധത എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടുന്ന് കാണാനേ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താ പറയണത്, നമുക്കിനി യെശയ്യാവിന്റെ 61-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോവാം. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനം എന്നുള്ളതാണ് കേട്ടോ. കർത്താവിന് സ്വീകാര്യമായ വത്സരം എന്നാണ് ലൂക്ക് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് സ്വീകാര്യമായ വത്സരം എന്നല്ല, പ്രതികാര ദിനം എന്ന് തന്നെയാണ് നമുക്ക് യെശയ്യാവിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ പല തിരുത്തലുകളും പല മയപ്പെടുത്തലുകളും അവിടെ തന്നെ കൂട്ടിച്ചേർക്കലുകളും നമുക്ക് ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നിട്ടോ, വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കും, പരദേശികൾ നിങ്ങളുടെ ഉഴവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരുമാകും, കർത്താവിന്റെ പുരോഹിതരെന്ന് ഇസ്രായേലിയർ വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് ഇസ്രായേലിയർ അറിയപ്പെടും, ജനതകളുടെ സമ്പത്ത് ഇസ്രായേലിയർ അഭിമാനിക്കും, അവരുടെ ധനം കൈവശപ്പെടുത്തി ഇസ്രായേലിയർ അഭിമാനിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള വാക്യങ്ങൾ വരെ ആ യേശു വായിക്കാതെ വിട്ടിരിക്കുന്ന വെറും 11 വാക്യങ്ങളുള്ള യെശയ്യാവിന്റെ പുസ്തകം 61-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. എന്താണ് യേശുവിന്റെ കൃത്യമായിട്ടുള്ള കാര്യം? അത് തന്നെയാണ് മറ്റുള്ളവരെ, താങ്കൾ പറയാണ് യേശു ഒരു സമ്പൂർണ്ണ വിമോചകൻ, പിന്നെ സത്യം, സാഹോദര്യം, സന്തോഷം. എവിടെയാണ് കാനാൻ സ്ത്രീയെയും അതുപോലെ സീറോ ഫിനീഷ്യൻ ലേഡി എന്നാണ് മറ്റൊരു സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, എവിടെയാണ് നായ്ക്കളോട് ഉപമിച്ച? നമുക്ക് തന്നെ അറിയാം, അതായത് ശിഷ്യന്മാർ പോലും അവള് നിലവിളിക്കുന്നു, അല്ലെങ്കിൽ അവര് പിന്തുടരുന്നു, എന്നിട്ട് ശിഷ്യന്മാർക്ക് പോലും ഒരു സ്നേഹം ആ സ്ത്രീയോട് തോന്നുന്ന ഒരു അവസരത്തിൽ യേശുവിന് അങ്ങനെ ഒരു സംഭവം ഇല്ല. മക്കളുടെ അപ്പം ഒന്നെടുത്ത് ഞാൻ പിന്നെ വിജാതീയ സ്ത്രീക്ക് അവർക്ക് കൊടുക്കില്ല, നായ്ക്കൾക്ക് കൊടുക്കില്ല എന്നുള്ളതാണ് പറയണത്. അപ്പൊ ആ സ്ത്രീ പാവം എന്താ പറയണത്, ഓക്കെ താഴെ വീഴുന്ന അപ്പെങ്കിലും നമ്മൾ നക്കി കഴിക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറയണത്. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് യേശു എന്ന് പറയുന്ന വ്യക്തി ആ സ്ത്രീക്ക് ഒരു ഇത് കൊടുക്കുന്നത്. അപ്പം പറയും, അങ്ങനെ വിജാതീയ സ്ത്രീക്ക് കൊടുത്തില്ലേ, കൊടുക്കണം, എന്നാൽ മാത്രമേ ഈ ലോകത്തിന്റെ അതിർത്തി വരെ ഇദ്ദേഹത്തിന്റെ ദത്തുമക്കളാക്കി എടുക്കാൻ സാധിക്കൂ. അത് തന്നെയല്ലേ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം. അതായത് പിന്നീട് വേറൊരു കാര്യം പറയും, അതായത് വിജാതിയരുടെ ഇടയിലേക്കല്ല വന്നിരിക്കുന്നത് എന്നൊക്കെ വളരെ കാര്യം പറയും. അങ്ങനെയല്ല, നിങ്ങൾ ആദ്യം പോവേണ്ടത് പടിപടിയായിട്ടാണ് ഈ കാര്യങ്ങൾ യേശു മുന്നോട്ട് വെക്കുന്നത്. എങ്ങനെയാണ്? ആദ്യഘട്ടത്തിൽ നിങ്ങൾ വിജാതിയരുടെ ഇടയിൽ സമരിയക്കാരുടെ ഇടയിലേക്കും പോകരുത് എന്നാണ് പറയുന്നത്. കൃത്യമായി പിന്നീട് യേശു തന്നെ യോഹന്നാന്റെ പുസ്തകം 4-ാം അധ്യായം സമരിയ സ്ത്രീയുടെ അടുത്ത് പോയി സമരിയ സ്ത്രീയുടെ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ട് ഞങ്ങളുടേതാണ് ശരി, നിങ്ങൾ ആരാധിക്കുന്നതൊക്കെ തെറ്റാണ് എന്നും പറഞ്ഞുകൊണ്ട് സമരിയ സ്ത്രീ അടക്കം അവിടെയുള്ള കുറെ ആൾക്കാരെ വിശ്വാസം മാറ്റി മതപരിവർത്തനം ചെയ്യുന്ന കാഴ്ച നമുക്ക് അവിടെ നിന്ന് വളരെ കൃത്യമായി കാണാം. അപ്പോ യേശു വന്നിരിക്കുന്നത് എല്ലാവരെയും മതം മാറ്റാൻ തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് മതം മാറ്റുന്നത്? അതായത് നമ്മളൊക്കെ ഒരു രണ്ടാം കിടക്കാരായിട്ട് നായ്ക്കളെ പോലെ അവന്മാരെ ചാനിച്ചു നിൽക്കുക. നമ്മൾ എന്തൊക്കെ അംഗീകരിക്കണം? അവർ ദൈവപുത്രന്മാരാണ്, അവര് മനുഷ്യരാണ് കേട്ടോ, മനുഷ്യപുത്രന്മാരാണ്. നോക്കൂ, യേശു എപ്പോഴും പറയുന്നു മനുഷ്യപുത്രൻ. അപ്പോൾ നമ്മളുടെ ഒരു ചോദ്യം, നമ്മൾ എന്താ പട്ടിക്കുട്ടികളാണോ, നായ്ക്കളാണോ, മാക്രികളാണോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ സ്വാഭാവികമായി ഒരു മനുഷ്യൻ വായിക്കുമ്പോൾ നമുക്ക് നാഴികയ്ക്ക് 40 വട്ടമാണ് യേശു പറയുന്നത് മനുഷ്യപുത്രൻ. അപ്പൊ നമ്മൾക്കുള്ള സ്വാഭാവികമായ ചോദ്യമാണ്. അതെ, എന്താ പറയണത്? ബൈബിൾ എന്താ പറയണത്? അവര് മാത്രമാണ് മനുഷ്യപുത്രൻ. അങ്ങനെ ഒരു കാര്യം പൊക്കിപ്പിടിക്കുന്ന, അതായത് അതേ കാര്യം, യഹോവയുടെ അതേ കാര്യം പൊക്കിപ്പിടിക്കുന്ന ഒരു യേശു എന്ന് പറയുന്ന വ്യക്തി, അതായത് എന്റെ ഗോത്രദൈവം മാത്രമാണ് ഈ ലോക സ്രഷ്ടാവ്, ആ യഹോവയുടെ പുത്രന്മാരാണ്, അതും മനുഷ്യരായിട്ടുള്ളവർ മാത്രമാണ് ഞങ്ങൾ അടക്കമുള്ള ഇസ്രായേൽ ജനതകൾ എന്ന് പൊക്കിപ്പിടിക്കുന്ന ഈ ആൾ എങ്ങനെയാണ് മറ്റൊരു വ്യക്തിക്ക് ഒരു സമാധാനം നേരുന്നത്? സമാധാനം എന്ന് ഇദ്ദേഹം ആശംസിക്കും. ഷലോം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഷലോം എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് യാഹ്വേ എന്നാണ് അതിന്റെ അർത്ഥം. പീസ് എന്ന് പറഞ്ഞാൽ യാഹ്വേസ് പീസ് എന്നാണ് പറയുന്നത്. യഹോവയുടെ മറ്റൊരു പേരാണ് യാഹ്വേ ഷലോം എന്നാണ് അതിന്റെ പേര്.
അപ്പോ നമ്മൾ എല്ലാത്തിനെയും നമ്മൾ പിന്നെ എന്താ പറയാ ഇങ്ങനെ കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ സാധിക്കില്ല. കാരണം കൃത്യമാണ്, ഈ സമാധാനം മറ്റൊരുവനെ ആശംസിക്കുന്നുണ്ടെങ്കിൽ അതിൽ പോലും മതം കലർത്തുന്നു, അതിൽ പോലും യഹോവയുടെ പേര് കലർത്തിയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. യാഹ്വേ ഷലോം എന്ന് പറഞ്ഞ, ഷലോം എന്ന് പറഞ്ഞ വെറും ഷലോം മാത്രമല്ല, ഹെലോ എന്ന് പറയുന്ന കാര്യമല്ല അവിടെ പറയുന്നത്, അല്ലെങ്കിൽ പീസ് എന്നുള്ളതല്ല അവിടെ പറയുന്നത്. എന്താണ്? യാഹ്വേ ഈസ് പീസ് എന്നാണ് പറയുന്നത്. അപ്പം ഇത്രത്തോളം, അതായത് നമ്മൾ കാണേണ്ടത് ഈ വിജാതീയ ആൾക്കാരെ എല്ലാവരെയും മതപരിവർത്തനത്തിന് ഇരയാക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഉള്ള ഒരു കാര്യം എന്നിരിക്കെ എല്ലാവരും റാണിജി, പറയുന്നത്. സമയം കഴിഞ്ഞു, ടൈം ഓക്കെ, കഴിഞ്ഞു, താങ്ക് യു. 10 മിനിറ്റ് ആയി. ഓക്കെ, ഷിവിച്ചായ സെക്കൻഡ് റിവേറ്ററിൽ ആരംഭിക്കാം. നമസ്കാരം. ഞാൻ ഇവിടെ കേൾക്കുന്നത്, ഇവിടെ പ്രധാനപ്പെട്ട ഒരു തർക്ക വിഷയമായിട്ട് വീണ്ടും വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ നസറേത്തിലെ പള്ളിയിലെ യേശുവിന്റെ പ്രസംഗമാണ്. നസറേത്തിലെ പള്ളിയിലെ യേശു കർത്താവ് പ്രസംഗിക്കുമ്പോൾ കർത്തൃത്വത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അതെല്ലാവർക്കും ഉണ്ടെന്നാണ് എതിർ സംവാദകർ ആരോപിക്കുന്നത്. പഴയ നിയമ ഇസ്രായേലിലെ അഭിഷേകം 3 അഭിഷേകമാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അതൊന്ന് രാജാക്കന്മാർക്കുള്ള അഭിഷേകമാണ്, പിന്നൊന്ന് പുരോഹിതന്മാർക്കുള്ള അഭിഷേകം, മറ്റൊന്ന് പ്രവാചകന്മാർക്കുള്ള അഭിഷേകം. അപ്പൊ പ്രവാചകന്റെ അഭിഷേകം കിട്ടുന്നതിൽ പ്രവാചകത്വത്തിന്റെ ആത്മാവും പ്രവചനാത്മാവ്, പുരോഹിതന്റെ ആത്മാവ് പൗരോഹിത്യ ശുശ്രൂഷയുള്ള ആത്മാവാണ്. ഇത് രാജത്വത്തിന്റെ ആത്മാവാണ്, കർത്തൃത്വത്തിന്റെ ആത്മാവാണ്. അപ്പൊ കർത്തൃത്വത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അതുകൊണ്ട് ഇതാണ് ചെയ്യുന്നത്. എന്താണ് ഈ കർത്തൃത്വത്തിന്റെ ആത്മാവ്? അപ്പൊ അവിടെ പറയുന്നുണ്ട്, കർത്താവിന് പ്രസാദമായ വർഷത്തെ പ്രഖ്യാപിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ പ്രസാദ വർഷം പ്രഖ്യാപിക്കുക. അപ്പൊ എന്താണ് ഈ പ്രസാദ വർഷം എന്ന് പറയണമെങ്കിൽ ഇസ്രായേലിന് നൽകപ്പെട്ട പ്രമാണത്തിനകത്ത് അതേക്കുറിച്ച് പരാമർശമുണ്ട്. അപ്പൊ ഇസ്രായേൽക്ക് കൊടുത്ത കൽപ്പനകളിൽ നമുക്കറിയാം, ശബത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ്. 6 ദിവസം ജോലി ചെയ്താൽ 7-ാം ദിവസം വിശ്രമിക്കുക, അതാണ് ശബത്ത്. ഇങ്ങനെ ശബത്ത് വാരശബത്ത് അല്ല, വാർഷിക ശബത്ത് ഉണ്ട്. അതായത് ഒരു 6 ദിവസം ജോലി ചെയ്താൽ 7-ാം ദിവസം വിശ്രമിക്കുന്നത് പോലെ 6 വർഷം കൃഷി ചെയ്താൽ 7-ാം വർഷം കൃഷി ചെയ്യരുത് എന്ന് ന്യായപ്രമാണത്തിന്റെ കൽപ്പനയാണ്. 7-ാം വർഷം കൃഷി ചെയ്യാതെ ശബത്ത് വർഷം ആചരിക്കണം. അപ്പോൾ 7-ാം വർഷം കൃഷി ചെയ്യാതിരിക്കുമ്പോൾ അടുത്ത വർഷം വിളവെടുപ്പ് ഉണ്ടാവുകയില്ല. അപ്പൊ അതുകൊണ്ട് ന്യായപ്രമാണത്തിൽ ഇസ്രായേലിന്റെ ദൈവം പറയുന്നു, 6-ാം വർഷം ഞാൻ അധികം വിളവ് നിങ്ങൾക്ക് തരും. അതായത് ഒരു വർഷം കൃഷി ചെയ്യാതെ ഇടുന്ന ആ വർഷത്തെ കൂടെ കവർ ചെയ്യത്തക്ക വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് വിളവ് തരും. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. 7 വർഷം കൂടുമ്പോൾ ഒരു വർഷം നിങ്ങൾ ശബത്ത് ആചരിക്കുക. അങ്ങനെ 7 ശബത്ത് വർഷം കൂടുമ്പോൾ 50 വർഷമാകും. 49 വർഷം കഴിഞ്ഞ് 50-ാം വർഷം. ഈ 50-ാം വർഷം നിങ്ങൾ യോബേൽ സംവത്സരമായിട്ട് ആഘോഷിക്കണം. ഈ യോബേൽ സംവത്സരം എന്ന് പറഞ്ഞാൽ ജൂബിലി, അതിൽ നിന്നാണ് ഈ ജൂബിലി എന്ന വാക്ക് നമ്മുടെ ഭാഷയിൽ കിട്ടിയത്. നമുക്ക് ജൂബിലി എന്ന് പറഞ്ഞാൽ 50-ാം വർഷം എന്നാണ് അർത്ഥം. പിന്നീടാണ് നമുക്ക് രജത ജൂബിലി, കനക ജൂബിലി, പ്ലാറ്റിനം ജൂബിലി എന്നൊക്കെ പറഞ്ഞ് വജ്ര ജൂബിലി, ഇങ്ങനെ നമ്മൾ പല പേരിൽ ജൂബിലി 25, 50, 60, 75 ജൂബിലി എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജൂബിലി എന്ന് പറഞ്ഞാൽ 50 എന്ന 50-ാം വർഷമാണ്. അപ്പൊ 50-ാം വർഷം ജൂബിലിയാണ്. 50-ാം വർഷത്തെ ജൂബിലി 50-ാം ദിവസം പെന്തക്കോസാണ്. ഇത് തമ്മിലുള്ള ആ ഒരു കണക്ഷനും നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ യേശുക്രിസ്തു പറയുകയാണ്, 50-ാം വർഷത്തെ ജൂബിലി, യോബേൽ സംവത്സരം, ഇതാണ് ഏറ്റവും പ്രസാദകരമായ, ഏറ്റവും സ്വീകാര്യമായ വർഷം. ഈ ജൂബിലി വർഷത്തിൽ എന്തെല്ലാം ചെയ്യണമെന്ന് അവിടെയുണ്ട്. ജൂബിലി വർഷത്തിന്റെ പ്രഭാതം വിടരുമ്പോൾ ഒരു കാഹളം അങ്ങ് ഊതണം. അതിനെയാണ് യോബേൽ കാഹളം, ജൂബിലിയുടെ കാഹളം എന്നറിയപ്പെടുന്നത്. ഈ കാഹളം ഊതുമ്പോൾ സമഗ്രമായ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. സമഗ്രവും സമ്പൂർണവുമായ വിമോചനത്തിന്റെ കാഹളമാണ് ജൂബിലിയുടെ കാഹളം. അപ്പൊ ജൂബിലിയുടെ കാഹളം കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാ ബന്ധനങ്ങളും അഴിയും, എല്ലാ കടങ്ങളും വീട്ടപ്പെടും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരാള് തന്റെ വസ്തു പണയം വെച്ച് മറ്റൊരാളിൽ നിന്ന് പണം കടം വാങ്ങി, ആ കടം തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല, ഈ വസ്തു മറ്റേ ആൾ നടത്തിച്ചെടുത്തു. അങ്ങനെ ഇയാൾ വസ്തു ഇല്ലാത്തവനായി, അല്ലെങ്കിൽ ഇദ്ദേഹം മറ്റേ ആൾക്ക് ദാസ്യവേല ചെയ്യാൻ തുടങ്ങി. വേറൊരാള് തന്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു, എങ്ങനെയും ആകാൻ നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ വേറൊരു വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്നു. പിള്ളേർ അടിമപ്പണി ചെയ്യുന്നു. ഇറ്റ്സ് എ ബ്രോക്കൺ ഫാമിലി, ഡിവൈഡഡ് ഫാമിലി. ഇങ്ങനെ പലതരത്തിലുള്ള ഡിസ്ട്രസ്.
ഡിസപ്പോയിന്റ്മെന്റ്, ഇങ്ങനെയുള്ള ഒരു തകർന്ന ഒരു സാമൂഹിക വ്യവസ്ഥയിൽ അവർ ജീവിക്കുക. വളരെ വിഭജിക്കപ്പെട്ട, വളരെ വിവേചനമുള്ള ഒരു സാമൂഹിക വ്യവസ്ഥ. അപ്പോഴാണ് ഈ യോബേൽ സംവത്സരം. ഒരു യോബേൽ സംവത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. യോബേൽ സംവത്സരത്തിന്റെ കാഹളത്തിന്റെ ശബ്ദം എല്ലാ കടങ്ങളും ഇളക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ ഈ ശബ്ദം കേൾക്കുമ്പോ ഈ വീട്ടിൽ അടിമയായിട്ട് നിൽക്കുന്നവൻ എഴുന്നേറ്റ് അങ്ങ് പോവാണ്. പിന്നെ ചോദ്യം പറച്ചിലൊന്നുമില്ല. അവൻ അവന്റെ നഷ്ടപ്പെട്ട 4 ഏക്കർ സ്ഥലവും ഇരിപ്പ് വീടും ഒക്കെ ഉണ്ടെങ്കിൽ അവൻ നേരെ അങ്ങോട്ട് എന്നാ മതി, അത് അവന്റേതാണ്. റീക്യാപ്ചർ ചെയ്യുക. യോബേൽ സംവത്സരത്തിന് കൃത്യം 1 വർഷം മുമ്പാണ് അവന് വീട് നഷ്ടപ്പെട്ടതെങ്കിലും 10 വർഷം മുമ്പാണ് നഷ്ടപ്പെട്ടതെങ്കിലും ഇവന്റെ പൂർവിക സ്വത്തിലേക്ക്, പൂർവിക അനുഭവങ്ങളിലേക്ക്, കുടുംബ ബന്ധങ്ങളിലേക്ക്. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്ന പിള്ളേര് അടിമച്ചങ്ങല പൊട്ടിച്ച് ഓടി വരികയാണ് പപ്പ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പുറത്തെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീ കരിപുരണ്ട മുഖവുമായിട്ട് അവളും തിരിച്ചു വരികയാണ്. ഭയങ്കര റീയൂണിയനാണ്. ഇസ്രായേലിൽ മുഴുവൻ വലിയ സെലിബ്രേഷനാണ്, വലിയ ആഘോഷമാണ്. എല്ലാ കടങ്ങളും ഇളക്കപ്പെട്ടു, എല്ലാ ബന്ധനങ്ങളും അഴിയപ്പെട്ടു, എല്ലാ അടിമത്വവും അവസാനിച്ചു. സ്വാതന്ത്ര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സ്വയം നിർണായക അവകാശ കാലഘട്ടത്തിലൂടെ ഇവരുടെ ദുർനടപടികൾ കൊണ്ടോ ബുദ്ധിശൂന്യത കൊണ്ടോ അവിവേകം കൊണ്ടോ ഒക്കെ ഇവർക്ക് നഷ്ടപ്പെട്ട ബന്ധങ്ങൾ, നഷ്ടപ്പെട്ട സമ്പത്ത്, നഷ്ടപ്പെട്ട സ്റ്റാറ്റസ്, ഇതിനെയെല്ലാം തിരികെ കൊണ്ടുവരുന്ന ഒരു കാഹള ശബ്ദം. ഓരോ 50-ാം വർഷവും മുഴങ്ങുന്ന ജൂബിലിയുടെ കാഹളം, യോബേൽ സംവത്സരത്തിന്റെ കാഹളം. ഇങ്ങനെ ഒരു കാഹളം ഊതണമെന്ന് ന്യായപ്രമാണത്തിൽ കൽപ്പന കൊടുത്തെങ്കിൽ നൂറ്റാണ്ടുകൾ ഇസ്രായേൽ ഈ ന്യായപ്രമാണം ഹോൾഡ് ചെയ്തിട്ട് 1500 വർഷം 30 പ്രാവശ്യം ഈ കാഹളം ഊതണമായിരുന്നു. 30 യോബേൽ സംവത്സരം ഇസ്രായേൽ ആഘോഷിക്കണമായിരുന്നു. പക്ഷേ they never did that, they never observed it. ഒരിക്കൽ പോലും ഇസ്രായേൽ ഈ ജൂബിലി ആഘോഷിച്ചില്ല. ഒരിക്കൽ പോലും ഇസ്രായേൽ യോബേൽ സംവത്സരം വന്നില്ല. ഒരിക്കൽ പോലും ബന്ധിതന്റെ ബന്ധനം അഴിഞ്ഞില്ല. ഒരിക്കൽ പോലും കെട്ടുകൾ മാറിയില്ല. ഒരിക്കൽ പോലും കടങ്ങൾ ഇളക്കപ്പെട്ടില്ല. ഒരിക്കൽ പോലും ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടില്ല. ഒരിക്കൽ പോലും ഇസ്രായേലിൽ ആ ചിരി ഉയർന്നില്ല. ഒരിക്കൽ പോലും ആ സന്തോഷം വന്നില്ല. ഇപ്പോൾ ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു. 1500 വർഷമായി നിങ്ങൾക്ക് ഊതാൻ കഴിയാതിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ വിമോചന കാഹളം, സമത്വം നൽകുന്ന, സന്തോഷം നൽകുന്ന, സ്വാതന്ത്ര്യം നൽകുന്ന, സ്നേഹം നൽകുന്ന, ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്ന ആ കാഹള ശബ്ദം ഞാൻ മുഴക്കുകയാണ്. ഐ ആം ദാറ്റ് ജൂബിലി. ഞാനാണ് ആ ജൂബിലി. ഐ ആം ദ യോബേൽ. ഈ 1500 വർഷം യഹോവയും യഹോവയുടെ അനുയായികളും വെച്ചിരുന്നിട്ട് അവർക്ക് ഒരിക്കലും നിർവഹിക്കുവാനോ നിറവേറ്റുവാനോ ഒരിക്കലും മുഴക്കുവാനോ കഴിയാതിരുന്ന കാഹളത്തിന്റെ ശബ്ദമായി നസറേത്തിലെ പള്ളിക്കുള്ളിൽ യേശു കർത്താവ് പറയുന്നു, ഐ ആം ദാറ്റ് ജൂബിലി, ഐ ആം ദാറ്റ് യോബേൽ സംവത്സരം. യേശുവാണ് ആ യോബേൽ സംവത്സരം. അതുകൊണ്ടാണ് പറഞ്ഞത് കർത്തൃത്വത്തിന്റെ ആത്മാവ് ഇപ്പോൾ എന്റെ മേലാണ്, ആധിപത്യം അവന്റെ തോളിന്മേൽ ഇരിക്കും എന്നാണ് യെശയ്യാവ് 9 യെശയ്യാവ് പ്രവചിച്ചത്. ഇപ്പോൾ ആധിപത്യം അവന്റെ തോളിന്മേലാണ്, കർത്തൃത്വം അവന്റെ മേലാണ്. ഇപ്പോൾ ജീസസ് ഈസ് ഇൻ കൺട്രോൾ. അതുകൊണ്ട് യേശു പറയാണ്, ഞാൻ കാഹളം ഊതുകയാണ്. അപ്പൊ ഈ കാഹള ശബ്ദത്തിങ്കൽ ബന്ധിതർ മോചിതരാകും. ഈ കാഹള ശബ്ദത്തിങ്കൽ കടങ്ങൾ എഴുതി തള്ളപ്പെടും. ഈ കാഹളം, അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ സ്ത്രീയെ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. തളവാതിരോഗിയുടെ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ സമഗ്രമായ, സമ്പൂർണമായ, അപ്പൊ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് യെശയ്യാവ് എഴുതുമ്പോൾ യെശയ്യാവ് എഴുതാൻ വിട്ടുപോയതിനെ കൂടെ പൂരിപ്പിച്ചുകൊണ്ട് സകലത്തിന്റെയും പൂർത്തീകരണമായ, അതാണ് പ്ലറോമ എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കേവലം പ്രഡിക്ഷൻ എന്ന നിലയ്ക്ക് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അനേകർ ഇതിൽ എടറിപ്പോകുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ആ കാഹളം ഞാനാണ്. ആ ജൂബിലിയുടെ കാഹളമാണ് യേശു ഊതിയത്. ആ ജൂബിലിയാണ് താനെന്നാണ് നസറേത്തിലെ പള്ളിയിൽ അർത്ഥശങ്കക്കിടയില്ലാതെ യേശു കർത്താവ് പ്രഖ്യാപിച്ചത്. ഇതാണ് പ്രവചനത്തെ ക്രൈസ്തവർ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ന്യായപ്രമാണത്തിൻ്റെത് പഴയ നിയമത്തിൻ്റെത് എന്നല്ല, ഇസ്രായേലിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളുടെയും പൂർത്തീകരണമുള്ള പെർഫെക്റ്റ് റിഫ്ലക്ഷൻ യേശുക്രിസ്തുവിലാണ്. ഇസ്രായേലിന് പല ഇംപെർഫെക്ഷൻസും ഉണ്ടായിരുന്നു. ആ ഇംപെർഫെക്ഷൻസ് ഇല്ലാത്ത പെർഫെക്റ്റ് റിഫ്ലക്ഷൻ ആണ് യേശുവിൽ വന്നത്. പെർഫെക്റ്റ് റിഫ്ലക്ഷൻ വരുമ്പോൾ ഇംപെർഫെക്റ്റ് ആയതിനോട് കമ്പയർ ചെയ്തിട്ട് ഇത് പെർഫെക്റ്റ് അല്ല എന്ന് പറയുന്ന വിധത്തിലാണ് നിങ്ങൾ. ഇതാ നോക്കൂ, ഇവിടെ പ്രവചനം ഇങ്ങനെ, അത് അത്ര ഒത്തിട്ടില്ല, അത്ര ഒക്കത്തില്ല, അതിനേക്കാൾ മെച്ചമാണിത്. ഇതാണ് പെർഫെക്റ്റ് റിഫ്ലക്ഷൻ. അപ്പൊ പെർഫെക്റ്റ് റിഫ്ലക്ഷൻ വരുമ്പോൾ ഇംപെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന മോഡലിനെ കമ്പയർ ചെയ്തിട്ട് ആ പെർഫെക്റ്റ് റിഫ്ലക്ഷൻ പെർഫെക്റ്റ് അല്ല എന്ന് പറയുന്ന വിധത്തിലുള്ള ആരോപണങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതേക്കുറിച്ച് വലിയ ധാരണയില്ല എന്നുള്ളത്. അതുകൊണ്ട് യെരുശലേമിന്റെ തെരുവീതികളിലൂടെ
ആ കർത്താവ് കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുമ്പോ ആ പ്രവചനം, ആ ഗർദ്ദഭമേറി ആ കർത്താവ് യെരുശലേമിന്റെ തെരുവീഥികളിലൂടെ കടന്നു വരുമ്പോ സക്കറിയ പ്രവാചകൻ പറഞ്ഞ ആ പ്രവചനവും നിവൃത്തിയായി എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു. ഓക്കെ, അങ്ങനെ രണ്ട് കൂട്ടരുടെയും സെക്കൻഡ് റിബേറ്റൽ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് റിബേറ്റലാണ് തേർഡ് റിബേറ്റൽ. റാണി ജേഷിനി. ഓക്കെ.